നാം ഇന്നിവിടെ പറയാൻ പോകുന്നത് സംഗീതത്തെ എങ്ങനെയാണ് വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത രീതിയിൽ ആസ്വദിക്കാൻ കഴിയുന്നതെന്നും ഇപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട സംഗീതം എങ്ങനെയാണ് മറ്റൊരാൾക്ക് അരോചകമായി തോന്നുന്നതെന്നും ഇതിന് മനുഷ്യന്റെ മസ്തിഷ്കപരമായും പരിണാമപരമായും എന്തൊക്കെ ബന്ധമാണുള്ളതെന്നുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ എങ്ങനെയാണ് സംഗീതം വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത രീതിയിൽ ആസ്വദിക്കാൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എന്താണ് ശബ്ദം എന്ന് പറയേണ്ടതുണ്ട്. ഇവിടെ ശബ്ദം എന്നത് ഏതെങ്കിലും ഒരു വസ്തുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപകരണമോ വൈബ്രേറ്റ് ചെയ്യുകയും അതിന് ചുറ്റുമുണ്ടാകുന്ന എയറിൽ ഒരു വൈബ്രേഷൻ രൂപപ്പെടുകയും അവിടെ ഒരു വേവ് പാർട്ടിക്കിൾ രൂപപ്പെടുകയും ഈ വേവ് പാർട്ടിക്കിൾ നമ്മുടെ ചെവിയിൽ ഇയർ ഡ്രമ്മിൽ എത്തുകയും ഇയർ ഡ്രം ഇതിനെ വൈബ്രേറ്റ് ചെയ്യുകയും തുടർന്ന് ഈ ഇയർ ഡ്രമ്മിൽ നിന്ന് ഇലക്ട്രിക്കൽ സിഗ്നലുകളാക്കി നമ്മുടെ തലച്ചോറിലെ ഓഡിറ്ററി കോർട്ടെക്സിൽ എത്തുകയും ഓഡിറ്ററി കോർട്ടെക്സ് ശബ്ദത്തിനെ തിരിച്ചറിയുകയും ശബ്ദം എന്ന അനുഭവം നമുക്ക് ഉണ്ടാകുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഇയർ ഡ്രമ്മിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ നമ്മുടെ മസ്തിഷ്കത്തിൽ എത്തുകയും മസ്തിഷ്കം ഇതിനെ എല്ലാത്തിനെയും ഒരേപോലെയല്ല തിരിച്ചറിയുന്നത്. ചില ശബ്ദങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിൽ വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാക്കുകയും എന്നാൽ ചില ശബ്ദങ്ങൾ വളരെ അരോചകമായ അനുഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു സംഗീതം കേൾക്കുമ്പോൾ വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് ചില ആളുകൾക്ക് ഒരു സംഗീതം കേൾക്കുമ്പോൾ അത് ഇഷ്ടപ്പെടുകയും ചില ആളുകൾക്ക് അതൊരു അരോചകമായി തോന്നുകയും ചെയ്യുന്നതിന് കാരണം ഇതാണ്. ഇതിന് പരിണാമപരമായ ഒരു ശാസ്ത്രീയമായ കാരണമുണ്ട്. അതുകൂടി നമുക്ക് നോക്കാം. ഇതിന് പരിണാമപരമായ അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഒരു കാരണം എന്നത് നമ്മുടെ പൂർവികരുടെ അതിജീവനവുമായി ബന്ധപ്പെട്ടാണ്. അതായത് നമ്മുടെ പൂർവികരുടെയും നമ്മുടെയും എല്ലാം മസ്തിഷ്കം ഈ ശബ്ദങ്ങളെ ഉപയോഗിച്ചിരുന്നത് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായാണ്. അതുകൊണ്ട് തന്നെയാണ് ചില ശബ്ദങ്ങൾ നമുക്ക് പ്ലസന്റ് ആയി അനുഭവപ്പെടുന്നത്, ചില ശബ്ദങ്ങൾ വലിയ അലേർട്ട് അതായത് അപകട ഭീതി ഉണ്ടാക്കുകയും ചെയ്യുന്നത്. എന്നാൽ സ്ഥിരം കേൾക്കുന്ന ചില ശബ്ദങ്ങൾ നമുക്ക് വളരെ സേഫായി അതായത് ജീവന് ഭീഷണിയില്ലാത്ത രീതിയിലുള്ള ശബ്ദങ്ങളായും എന്നാൽ ചില ശബ്ദങ്ങൾ നമുക്ക് അപകടകരമായ നമുക്കൊരു ത്രെട്ടായിട്ടുള്ള ശബ്ദങ്ങളായി നമ്മുടെ മസ്തിഷ്കം തിരിച്ചറിയുകയുമാണ് ചെയ്യുന്നത്. ഇതിന് ഉദാഹരണമായി നാം സ്ഥിരം കേൾക്കാറുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു പക്ഷിയുടെ ശബ്ദമോ അല്ലെങ്കിൽ ഒരു സംഗീതത്തിന്റെ ശബ്ദമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ ശബ്ദമോ എല്ലാം നാം വളരെ സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവന ഭീഷണി ഇല്ലാത്ത ശബ്ദങ്ങളായാണ് നമ്മുടെ മസ്തിഷ്കം ഇതിനെ തിരിച്ചറിയാറുള്ളത്. എന്നാൽ ചില ശബ്ദങ്ങൾ അതായത് ആംബുലൻസിന്റെ ശബ്ദമോ അല്ലെങ്കിൽ ഒരു ഫയർ എഞ്ചിന്റെ ശബ്ദമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുക്കൾ പൊട്ടുന്ന ശബ്ദമോ എന്തിന് നമ്മുടെ അലാറത്തിന്റെ ശബ്ദം പോലും നമ്മുടെ മസ്തിഷ്കത്തിന് എന്തോ ജീവന് ഭീഷണിയുള്ള ശബ്ദങ്ങളായാണ് നമ്മുടെ മസ്തിഷ്കം ഇതിനെ തിരിച്ചറിയാറുള്ളത്. അതായത് സ്ഥിരമായി കേൾക്കുന്ന ശബ്ദങ്ങൾ ഒരു പക്ഷിയുടെ ശബ്ദമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സംഗീതത്തിന്റെ ശബ്ദമായിക്കോട്ടെ ഈ ശബ്ദമെല്ലാം നമ്മുടെ മസ്തിഷ്കം ഒരു സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജീവന് ഭീഷണി അല്ലാത്ത ശബ്ദങ്ങളെ തിരിച്ചറിയുകയും ഇതിനെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സേഫ് ആയിട്ടുള്ള ശബ്ദങ്ങൾ നാം സ്ഥിരം കേൾക്കുമ്പോൾ ഇതിനെ ശ്രദ്ധിക്കാൻ കഴിയാത്തതിന്റെ കാരണവും എന്നാൽ അപകടകരമായ ശബ്ദങ്ങൾ നമുക്ക് എപ്പോഴും ഒരു അലേർട്ട് വന്നതുകൊണ്ട് നമ്മുടെ മസ്തിഷ്കം ഇതിനെ പെട്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നതിന് കാരണം എന്നത് ഇത് നമ്മുടെ പൂർവികരിൽ നിന്ന് കിട്ടിയ നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഒരു സവിശേഷതയാണ്. ഇങ്ങനെ സേഫ് ആയിട്ടുള്ള ശബ്ദത്തെയും അല്ലെങ്കിൽ അപകടകരമായ ശബ്ദത്തെയും തിരിച്ചറിയാനുള്ള നമ്മുടെ മസ്തിഷ്കത്തിന്റെ ശേഷിയാണ് നമ്മുടെ പൂർവികരുടെ അതിജീവനത്തിന് സഹായിച്ചത്. അന്ന് പൂർവികരുടെ മസ്തിഷ്കം എങ്ങനെയാണോ ഈ ശബ്ദത്തെ ഒരു അതിജീവനത്തിന്റെ ടൂളായി ഉപയോഗിച്ചത് അതുപോലെ തന്നെയാണ് നമ്മുടെ മസ്തിഷ്കവും ഒരു സംഗീതം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ശബ്ദം കേൾക്കുമ്പോഴോ ഒക്കെ ഈ ശബ്ദങ്ങളോട് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം ഇന്ന് സംഗീതം കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മസ്തിഷ്കം ഈ സംഗീതത്തെ ആസ്വദിക്കുകയല്ല ചെയ്യുന്നത്, പലപ്പോഴും ഇതിനെ സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജീവന് ഭീഷണി അല്ലാത്ത ശബ്ദമായും ജീവന് ഭീഷണി ഉള്ള ശബ്ദമായും തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി കേൾക്കുന്ന ശബ്ദമോ അല്ലെങ്കിൽ സ്ഥിരമായി കേൾക്കുന്ന ഒരു സംഗീതമോ നമ്മുടെ ജീവന് ഭീഷണി അല്ലാത്ത ഒരു ശബ്ദമായി നമ്മുടെ മസ്തിഷ്കം തിരിച്ചറിയുകയും ഇങ്ങനെ ചെയ്യുമ്പോൾ മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ ക്രിയേറ്റ് ചെയ്യുകയും ഇത് വീണ്ടും വീണ്ടും കേൾക്കാനായി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ്. പലപ്പോഴും അതുകൊണ്ട് തന്നെയൊക്കെയാണ് നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള പാറ്റേണുകൾ ഉള്ളതോ അല്ലെങ്കിൽ സ്ഥിരം കേൾക്കാറുള്ള മ്യൂസിക് നോട്ടുകളിലുള്ളതോ അല്ലെങ്കിൽ സ്ഥിരം കേൾക്കാറുള്ള ജോണറുകളിൽ നിന്ന് വ്യത്യസ്തമായി കേൾക്കുമ്പോഴും ഒക്കെ നമുക്ക് ആ സംഗീതത്തെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണവും അല്ലെങ്കിൽ ഒരു അരോചകമായി തോന്നുന്നതിന് കാരണമെന്നത്. അതുകൊണ്ട് തന്നെയാണ് നാം സ്ഥിരമായി കേൾക്കാറുള്ള സംഗീതത്തിൽ നിന്ന് വ്യത്യസ്തമായി കേൾക്കുമ്പോഴും അതിന്റെ നോട്ടുകളും അല്ലെങ്കിൽ വ്യത്യസ്തമായ പാറ്റേണുകൾ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ വ്യത്യസ്തമായ ജോണറുകൾ കേൾക്കുമ്പോഴും ഒക്കെ നമുക്ക് ഒരു അരോചകരമായി തോന്നുന്നതിന് കാരണം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാനായി തോന്നുന്നതിന് കാരണം എന്നത് മസ്തിഷ്കത്തിന്റെ ഈ സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി കേൾക്കുന്ന സംഗീതങ്ങൾ പലപ്പോഴും ഒരു സേഫ് ആയിട്ടുള്ള ശബ്ദമായി അല്ലെങ്കിൽ ജീവന് ഭീഷണി അല്ലാത്ത ശബ്ദങ്ങളായി എന്ന് മസ്തിഷ്കം തിരിച്ചറിയുകയും അത് നാം വീണ്ടും വീണ്ടും കേൾക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ നാം ഇതിൽ നിന്നും വ്യത്യസ്തമായി പുതിയ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതിന് കാരണം അതൊരു ജീവന് ഭീഷണിയായിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ കേൾക്കാത്ത ഒരു ശബ്ദമായി നമ്മുടെ മസ്തിഷ്കം തിരിച്ചറിയുകയും ചെയ്യുന്നതാണ്. പലപ്പോഴും പഴയ പാട്ടുകൾ നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതിന് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്നതിന്റെ മറ്റൊരു കാരണം എന്നത് നമ്മുടെ ചെറുപ്പ കാലഘട്ടമാണ്. നമ്മുടെ മസ്തിഷ്കത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തിലേക്ക് പോകുക എന്നത്. ഈ ചെറുപ്പ കാലഘട്ടങ്ങളെ ഓർക്കുന്നത് നമ്മുടെ മസ്തിഷ്കത്തിന് ഏറ്റവും സന്തോഷം തരുന്നതും നമ്മുടെ മസ്തിഷ്കത്തിൽ എപ്പോഴും ഡോപ്പമിൻ നിലനിർത്തുകയും ചെയ്യുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ കേൾക്കുന്ന പാട്ടുകൾ നമ്മൾ ഇപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്നതിന് കാരണം എന്നത്. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സംഗീതങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ജോണറുകളിലുള്ള അല്ലെങ്കിൽ പാറ്റേണുകളിലുള്ള സംഗീതങ്ങൾ നിങ്ങൾ കേൾക്കുകയും
അത് മസ്തിഷ്കത്തിന് ആ ശബ്ദങ്ങൾ വളരെ സേഫ് ആയിട്ടുള്ള ശബ്ദങ്ങളാണെന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് എങ്ങനെയാണ് സംഗീതം ഒരാൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നതെന്നും ശബ്ദം എന്താണെന്നും ഈ ശബ്ദത്തെ എങ്ങനെയാണ് മസ്തിഷ്കം തിരിച്ചറിയുന്നതെന്നും ഇതിന്റെ പരിണാമ ശാസ്ത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിരുന്നവരെ ബൈ.